2026 മാർച്ച് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടേതാണ്. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ഗ്രഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം മാറ്റും. അത് കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നവയാകാം. ഗ്രഹത്തിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളും, അതായത് വാഷിംഗ് മെഷീൻ, മിക്സി, ഗ്രൈൻഡർ, അങ്ങനെയൊക്കെയുള്ള എയർ കണ്ടീഷൻ സർവ്വ സാധനങ്ങളും വാങ്ങാനായിട്ട് ആഗ്രഹമുള്ളവർക്കെല്ലാം അത് നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സ്വർണം, വെള്ളി മുതലായ ലോകങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും പല വഴികളിലൂടെ എന്നാണ് അത് ധനം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനലാഭം കിട്ടും. ശരീരത്തിലെ പല വേദനകളും വിഷമങ്ങളും ഉള്ളവർക്ക് അതെല്ലാം മാറിക്കിട്ടും. രക്തസമ്മർദ്ദം മുതലായ പ്രയാസങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അത് കുറച്ച് കുറവ് കിട്ടും. മനോദുഃഖത്തിലൊക്കെ മോചനം കിട്ടും. അതുപോലെ ഡിപ്രഷൻ, ആൻസൈറ്റീസ് ഡിസോർഡറൊക്കെ ഉള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടും. ഏറെ നാളായി കാലിൻ്റെ സംബന്ധിച്ചുള്ള വാതരോഗമുള്ളവർക്ക് അത് മാറിക്കിട്ടും. സ്ഥലം മാറ്റം ഉദ്യോഗസ്ഥർക്കുണ്ടാകാം. അത് അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ശത്രുക്കൾക്ക് നാശമുണ്ടാകാം. സഹോദരന്മാർക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കാം. ആത്മധൈര്യം കിട്ടുന്ന ഒരു സമയവും മാസവും കൂടിയാണിത്. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ സ്വപ്നമായി ഒരു സ്വന്തം വീട് നിർമ്മിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സബലീകരിക്കുന്ന ഒരു മാസവും കൂടിയാണ്. നിർമ്മിച്ച് ചില നക്ഷത്രക്കാർക്ക് നിർമ്മിച്ച് പൂർത്തിയായി പുതിയ വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തോട്ടം പോലുള്ള സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കും. തെങ്ങ്, അങ്ങനെയൊക്കെയുള്ള തോട്ടം പോലുള്ള സ്ഥലങ്ങൾ വാങ്ങാൻ സാധിക്കും. സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ ലഭിക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പുരുഷന്മാർക്ക് മറ്റു സ്ത്രീകളിൽ നിന്നോ മറ്റു സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നോ ഉള്ള ആ ഒരു ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു കുറവ് വരുന്നു. ശല്യം ചെയ്യുന്നു. വല്ല കേസൊക്കെ ഉണ്ടെങ്കിൽ, മാനഹാനി കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു പോകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ നിൽക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. ഇപ്പോഴേ കണ്ടക ശനി കാലമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. ഔദ്യോഗിക ജീവിതത്തിൽ അധിക ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് ഉള്ളൊരു സാധ്യതയുണ്ടാകാം. ചിലപ്പം നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതേ ഇതിലുള്ള വേറൊരു ഉദ്യോഗസ്ഥനോ ലീവ് എടുക്കുന്നതും ഉണ്ടാകാം അങ്ങനെ വരുന്നത്. വ്യക്തിത്വ പ്രതിസന്ധി വരാതെ ശ്രദ്ധിക്കണം. എന്ത് കാര്യവും വളരെ ആലോചിച്ച് ഇട്ട് വേണം അത് പ്രവർത്തിക്കാൻ. വിശ്വാസവും അതുള്ള ഒരു പരിചയസമ്പന്നരായ ഒരാളിൻ്റെ അഭിപ്രായം തേടുന്നതും നല്ലതായിരിക്കും. ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. എന്നാലേ കലഹം ഒഴിവായി കിട്ടൂ. അല്ലെങ്കിൽ കലഹം നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഓരോ നക്ഷത്രത്തിൻ്റെയും വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പറയുന്നത്. ആദ്യം പറയുന്നത് മകം നക്ഷത്രത്തിനെ കുറിച്ചാണ്. 2.5 വയസ്സ് വരെയുള്ള മകം നക്ഷത്രക്കാർക്ക് വളരെ മോശമായൊരവസ്ഥയാണ്. കാരണം ആ ബാല്യകാലം രോഗവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിട്ട് ചില മക നക്ഷത്രക്കാർക്കുണ്ടാകാം. അടുത്ത് 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള മക നക്ഷത്രക്കാർക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് നടന്നു പോകും. പലപ്പോഴും വിദ്യാഭ്യാസം തടസ്സം വരുമെന്ന് വിചാരിക്കുമെങ്കിൽ തന്നെയും അത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ്. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് കുറച്ച് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു മഹാഭാഗ്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ വിദേശവാസവും ഈ സമയത്ത് കാണുന്നുണ്ട്. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ ഉണ്ടാകുന്നതിനും അതുമൂലം ചില ഒരു സർജറികൾ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ ചില സർജറികൾ നടക്കുന്നതിനും സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ വേർപാട് ഉണ്ടാകാം. അതുപോലെ ഈ സമയത്ത് തന്നെ വിവാഹവും നടക്കാം. സന്താന ഭാഗ്യവും ഉണ്ടാകാം. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ചില പ്രശ്നങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു സമയവും കൂടിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം. എങ്കിലും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ദാമ്പത്യ പ്രശ്നങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ പുനർവിവാഹം കഴിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. മനസ്സിലിണങ്ങിയ ഒരു ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ ഗ്രഹം വാങ്ങാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ സാധിക്കും. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെയുള്ളവർക്ക് ചില
വൈദ്യസഹായങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം, ചില അസുഖങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം, ഒരു സർജറി തന്നെ വേണ്ടി വന്നേക്കാം. മേജർ സർജറി അല്ല, അല്ലാതെ ഒരു ചില അവയവങ്ങൾക്ക് സർജറി വരാം. അതും വയറ് സംബന്ധമായ അവയവങ്ങളാണ്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായ ചില അവയവങ്ങൾക്ക് അതുമൂലമുള്ള രോഗങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനുള്ള ഭാഗ്യവും ഈ സമയത്തുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് കാര്യങ്ങളിൽ കാലയളവിൽ വളരെ ചിന്തിച്ച് ആലോചിച്ച് ഒരു പ്രവർത്തിക്കേണ്ട സമയമാണ്. ബുദ്ധിയും യുക്തിയും എല്ലാം കൂടി ചേർത്ത് തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. ചാടിക്കേറി ഒന്നും ചെയ്യരുത്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി, സ്റ്റാർട്ടപ്പ് പോലുള്ളതൊക്കെ തുടങ്ങുന്നതിന് വേണ്ടി അത് ഒരുപാട് അനുഭവ സമ്പത്തുള്ള വിശ്വസ്തരായ ആൾക്കാരുടെ സേവനങ്ങൾ ഇതിലേക്ക് പ്രയോജനപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. അവരുടെ ജീവിതാനുഭവങ്ങളും ഇതെല്ലാം ചിന്തിച്ച് അത് ആലോചിച്ചിട്ട് വേണം ഒരു സ്ഥാപനം തുടങ്ങാൻ. നിങ്ങൾ വളരെ ധൃതി പിടിച്ചൊന്നും തുടങ്ങരുത്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് ധാരാളം പണം ലഭിക്കേണ്ട ഒരു സമയമാണിത്. അത് വേണ്ട വിധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ധനാഢ്യനാകാൻ സാധിക്കും. അതുപോലെ തന്നെ മനസമാധാനവും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കും. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സംഭാവനകൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അടുത്ത പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില ഒത്തുചേരലുകൾ, ബന്ധുക്കളുടെ ഒരു സംഗമം നടക്കാം. വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാതെ നിങ്ങൾക്ക് നടന്നു പോകാം. അതുപോലെ വാഹനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിത്രരചന മുതലായ കലകൾ പഠിക്കുന്നതിനും സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരാം. വാഹന അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. വിദേശത്തോ അന്യ സംസ്ഥാനത്തേക്കോ സ്ഥലം മാറി താമസിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പല ഗുണകരമായ ഫലങ്ങളും ലഭിക്കുന്ന ഒരു മാസമാണ്. എല്ലാ രീതിയിലും ഐശ്വര്യങ്ങളും മറ്റുള്ള എല്ലാം ലഭിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ലഭിച്ചത് മൂലം അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത അവർക്ക് കാണുന്നു. അതുപോലെ അവർക്ക് ധനം സമ്പാദിക്കുന്നതിനും ഇഷ്ടപ്പെട്ട വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുന്നതിനും സാധിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ വേണ്ടി വന്നേക്കാം. വിദഗ്ധ ചികിത്സ വേണ്ടി വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തീപ്പൊള്ളൽ, ഇലക്ട്രിക്കൽ ഷോക്ക് എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസ് കേസ്, കോടതി നടപടി ഉണ്ടാകാതെയും ശ്രദ്ധിക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ജീവിതത്തോട് ഒരു വെറുപ്പ് തോന്നുന്നതിന് ഒരു സമയമുണ്ടാകാം. ബുദ്ധിയും യുക്തിയും എല്ലാം കൂടി ചേർത്ത് പ്രവർത്തിച്ച് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു സമയമാണ്. അവിടെ ബുദ്ധിശൂന്യത ഒരിക്കലും പ്രവർത്തിക്കരുത്. അതുമൂലം പല നഷ്ടങ്ങളും നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ധാരാളം നഷ്ടങ്ങൾ വരേണ്ടതാണ്. അതുകൊണ്ട് വളരെ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച മാനസിക ശാരീരിക പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടായി അവർക്ക് പലവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു, ഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അല്പം ഒരു മോശം സമയമാണ്. കാരണം അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കാം. അങ്ങനെയുള്ള ഒരു ഇത് വരാം. വിദേശവാസം കാണുന്നുണ്ട്. ചിലർക്ക് വിദേശവാസവും കാണുന്നുണ്ട്. അടുത്ത ഉത്രം നക്ഷത്രക്കാർക്ക് ഉള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഒരു നല്ലൊരു സമയമാണ്. അവർക്ക് ധനവും വസ്തുവും വീടൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അവരുടേതായിട്ടുള്ള പിതൃസ്വത്തുക്കൾ ഭാഗം വെച്ച് കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. അവർക്ക് അതിൽ ചിലർക്ക് വീട് കിട്ടാം, ചിലർക്ക് പറമ്പ് കിട്ടാം, ചിലർക്ക് അതിൻ്റെ ഓഹരിയായിട്ട് പണം കിട്ടാം. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വീട്ടിൽ ഐശ്വര്യം വരുന്ന സമയമാണ്. എന്നിരുന്നാലും ഒരു ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ കുട്ടിക്കുണ്ടാകും. കാരണം ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള അസുഖങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരാം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ഈ ചെറുപ്പകാലത്ത് തന്നെ പോലീസ് കേസ്, കോടതി നടപടികൾ നേരിടേണ്ടതായിട്ടും വരാം. വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാതെ നടക്കുന്നതിനും ചില ഉത്തര നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. 17 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണുന്നുണ്ട്. അതുകൊണ്ട് ബുദ്ധിയും യുക്തിയും എല്ലാം ചേർന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അനുഭവ സമ്പത്തുള്ളവരുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കിടുക. അഭിപ്രായങ്ങൾ ചോദിച്ച് അത് വേണ്ടുന്ന പോലെ ചെയ്യുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പല ആപത്തുകളും വരുന്നതിനുള്ള ഒരു സമയമാണ്.
അത് വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഇതെല്ലാം ആണെങ്കിൽ തന്നെയും ഉന്നത വിദ്യാഭ്യാസം ഈ സമയം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. പ്രതീക്ഷിച്ചതിലും കൂടുതലൊരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് പലരുടെയും സഹായത്തോടെയോ ഒക്കെ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക പ്രയാസങ്ങൾക്കും എല്ലാം തന്നെ ഒരു പരിഹാരമായിക്കൊണ്ട് അവർക്ക് വളരെയധികം ഐശ്വര്യങ്ങളും ഗുണഫലങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. നന്മയും തിന്മയും എല്ലാം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപമാനം വരേണ്ട ഒരു സമയമാണ്, മാനഹാനി വരാം. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയാകാതിരിക്കുക. ഇണയുടെ മരണം, ഒരു ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരിക്കാം, അതിൻ്റെ ഒരു ദുഃഖം നിൽക്കാം. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് മക്കൾ നിങ്ങളെ അന്യദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനും സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. എങ്കിലും ചില രോഗങ്ങൾ വാർദ്ധക്യ സഹജമായതോ അല്ലാതെയുള്ള ചെറിയ രോഗങ്ങൾ അവർക്ക് ശല്യം ചെയ്യാം. എന്നാലും കുഴപ്പമില്ല. അസാധാരണമായ അവർക്ക് ഒരു ഐശ്വര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നു. പിന്നെ ഇതിലാകെ പറഞ്ഞത് വയറിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. അതായത് ഇതൊരു ദഹന സംബന്ധിച്ച പ്രശ്നങ്ങളാണ്, വേറൊന്നും അവിടെ കാണുന്നില്ല. ഇവിടെ പ്രവചിച്ചതെല്ലാം ഒരു സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.